ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ. ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണ്. ആദ്യം 12:30 ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നെങ്കിലും അതിന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1:30 ട്രെയിനാണ് പിന്നെ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നത്, അതെടുത്തു. അപ്പോൾ രാവിലെ 12:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും 1 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മൈസൂർ ടു ട്രിവാൻഡ്രം നോർത്തായിരുന്നേ ട്രെയിൻ. പണ്ട് കൊച്ചുവേളിയിൽ നിന്നായിരുന്നു ആ സ്റ്റേഷൻ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം നോർത്ത് നിന്നായിട്ടുണ്ട്. കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ പേര് മാറ്റിയിട്ട്. എന്തായാലും നല്ല ട്രെയിനായിരുന്നു, നല്ല ക്ലീൻഡ് ആയിരുന്നു. കൊല്ലമൊക്കെ ആയപ്പോൾ തന്നെ ചേട്ടന്മാർ ബെഡ്ഷീറ്റ്സൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആളില്ലാത്ത സീറ്റിലെ ബെഡ്ഷീറ്റ്സൊക്കെ അവർ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലീനിങ്ങും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ എ സിയിലെയും എക്കോണമിയിലെയൊക്കെ സീറ്റിൽ ആൾ മാറിയിരിക്കും. അതായത് അപ്പർ ബർത്തിൽ കയറേണ്ട ആൾക്കാർ താഴെ സീറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അവിടെ രാത്രി വന്ന് കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഷീറ്റ് വെക്കാനും പില്ലോസ് വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ചില ആൾക്കാർ വേറെ ആൾക്കാരുടെ പില്ലോ ഒഴിവാണെങ്കിൽ അതും കൂടി എടുത്ത് വെക്കും. അപ്പോൾ 2 പില്ലോ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റോറി വായിച്ചിരുന്നപ്പോഴേക്കും കൊച്ചുവേളി എത്തിയിട്ടുണ്ട്. 8:45 ആകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഏട്ടൻ വന്നായിരുന്നു കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത്. നമ്മളൊരു സ്കീം ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പ് വഴി നടക്കുന്നില്ല. GPay വഴി ചെയ്യുമ്പോൾ 11 റുപ്പീസ് എക്സ്ട്രാ പോകുന്നുണ്ടേ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് നമുക്കതുപോലെ ഏത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്യാനും പറ്റും കേട്ടോ. ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങാമെന്ന് വെച്ചു. എന്തായാലും നാളെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്തായാലും വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ആര്യാസിലോട്ടാണ്. അപ്പം ഫുഡ് കഴിക്കണം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നേരെ ആര്യാസിലേക്ക് പോയി. നമ്മളിവിടെ വരുമ്പോൾ എപ്പോഴും കഴിക്കുന്നത് ഞാൻ എന്തെങ്കിലും റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശയായിരിക്കും, ഏട്ടൻ പൂരി മസാല ആയിരിക്കും. ഇതാണ് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. ആളൊരു സ്ട്രോങ് ചായ, ഞാൻ ബൂസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും വാങ്ങാറുള്ളത്. അപ്പം നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി. ആൾ പറഞ്ഞ പോലെ പൂരി മസാലയും ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ. എനിക്കിവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. അതുപോലെ കോഫി ഹൗസിലെയും ഫുഡ് നല്ല ഇഷ്ടമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഏട്ടന് ഈ റോസ്റ്റ് പോലത്തെ ദോശകളൊന്നും ഇഷ്ടമല്ല. ആൾക്ക് കൂടുതലും ഈ തട്ടുദോശ, കുഞ്ഞു കുഞ്ഞു ദോശയാണ് ഇഷ്ടം. അപ്പം വീട്ടിലുണ്ടാക്കണമെങ്കിൽ കൂടി പരത്തിയെടുക്കരുത്, ചെറുതായിട്ട് മതി, തട്ടുദോശ മതി എന്നാണ് കേട്ടോ ആൾ പറയാറ്. പക്ഷെ ഞാൻ ചുമ്മാ നിർബന്ധിച്ച് കഴിപ്പിക്കുക കേട്ടോ. അത് എൻ്റെ ബൂസ്റ്റ് അലിഞ്ഞില്ലായിരുന്നേ. അപ്പം ഞാൻ ചുമ്മാ കുറേ നേരം ഇരുന്ന് ആറ്റിയായിരുന്നു. പക്ഷെ അതിനൊരു റിയാക്ഷനും ഇല്ല. എന്തായാലും ചൂടോടെ തന്നെ നമ്മൾ ഇളക്കിയാലാണല്ലോ അത് അലിഞ്ഞ് കിട്ടാറ്. അത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ തന്നെ എടുത്ത് കുടിച്ചു. ഏട്ടനൊരു സ്ട്രോങ് ചായ, ഏട്ടൻ എപ്പോഴും സ്ട്രോങ് ഒരു ചായ കിട്ടിയ രാവിലെ എന്തായാലും ഒരു ചായ നിർബന്ധമാണ് ആൾക്ക്. അപ്പോൾ ആൾ ചായ കുടിച്ചു, ഞാൻ ബൂസ്റ്റും കുടിച്ചു. ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ 3 ഫാമിലിയാണ് ഇരിക്കുന്നത്. താഴെ ഒരു ഫാമിലി ഉണ്ട്, നമ്മൾ അപ്സ്റ്റേഴ്സിലാണ്. പുറകിലൊരു വീടുണ്ട്, ഒരു കുഞ്ഞു വീടുണ്ട് ഔട്ട് ഹൗസ് പോലെ, അവിടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ 3 ഫാമിലിയാണ്. പക്ഷെ നല്ല സമാധാനമുള്ളൊരു ഏരിയ ആണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കിണറ്റിൽ നിന്നുള്ള വെള്ളവും കൂടിയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വീടെത്തിയത് നേരെ ടെറസിലോട്ടാണ് പോയത്. കാരണം ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ റൂഫിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവരവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് റൂഫിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി താഴെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്, അതവർ ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. അവരുടെ കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്നൊരു കുളിയും കഴിഞ്ഞ് ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് കടന്നു. എനിക്കത് എല്ലാവിടെ പോകുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. ഞാൻ ഇവിടെ പാലക്കാട് വീട്ടിലേക്ക് വന്നാലും പത്തനംതിട്ട പോവുകയാണെങ്കിലും ട്രിവാൻഡ്രം വരുവാണെങ്കിലും ഞാൻ എത്തിയതും ഞാൻ എല്ലാവരുടെയും ഒന്ന് അടിച്ച് വാരി തുടച്ചിടും. അതെന്താണെന്നറിയില്ല, എത്ര ടയേർഡാണെങ്കിലും ഞാൻ ആ പരിപാടി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് അത്യാവശ്യം വലിയൊരു വീടാണ്. അതായത് 3 ബെഡ്റൂമും വലിയൊരു ഹാളും കിച്ചണും 2 ബാൽക്കണിയും കൂടി ഉള്ളൊരു വീടാണ്. അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും അത് ചെയ്തിട്ടേ ഇരിക്കാറുള്ളൂ. എത്ര ടയേർഡാണെങ്കിലും ഞാൻ അല്ലാതെ കിടക്കാറില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ച് തുടയ്ക്കലൊക്കെ തീർത്തു. എന്തായാലും ഒരു ജ്യൂസ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിയിരുന്നല്ലോ. അപ്പം ഞാൻ അതിൻ്റെ പണിയിലാണ്. നമ്മുടെ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനും വീട്ടിലുണ്ട്. അപ്പോൾ ആളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം, ഒരു ജ്യൂസും ഉണ്ടാക്കാം, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ. അപ്പം ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. ഏട്ടൻ വന്നതും വർക്കിന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആൾ കുറച്ച് നേരം പെർമിഷൻ എടുത്തിരുന്നു എന്നെ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഞങ്ങൾ സെയിം കമ്പനിയിലാണ്. ആൾക്ക് മോർണിംഗ് ഷിഫ്റ്റും എനിക്ക് നൈറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈവനിങ് എൻ്റെ ഷിഫ്റ്റിന് ഇറങ്ങുന്ന ടൈമിൽ ഏട്ടനും കൂടി ഓഫീസിലേക്ക് ഇറങ്ങാം, അതുവരെ വീട്ടിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ആൾ വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ജ്യൂസ് അടിച്ച് അവർക്ക് 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങ് അടിച്ചെടുത്തതേ ഉള്ളൂ. ഐസൊന്നും ഇട്ടില്ല.
അത് കഴിഞ്ഞ് എനിക്കൊരു റീൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് റെഡിയായി. ഏട്ടനെ കൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇനി അത് നൈറ്റ് വന്നിട്ട് വേണം അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 3-3:30 ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് വന്നതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മൾ ലേ അറേബ്യയിൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഇവിടുത്തെ ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് രണ്ടാളും കൂടി കഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയതാണ്. നമുക്ക് ക്യാബ് ഉണ്ട് കേട്ടോ, പിക്കും ഡ്രോപ്പും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങളിന്ന് ഒരു ദിവസത്തേക്ക് വന്നതുകൊണ്ട് അതൊന്നും ബുക്ക് ചെയ്തില്ല, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടനാണെങ്കിലും ഈവനിങ് 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരും. എനിക്ക് 4:30 to 1:30 ആണ്, 1:30 വരെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. പാർക്കിനകത്ത് ഈ ഒരു സ്പേസിൽ നമുക്ക് ഈ ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുമ്പോൾ അവർ ഈ വലിയ സ്ക്രീനിൽ പ്ലേ ചെയ്യാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവിടെ വരാൻ നല്ല രസമാണ്. ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഫുട്ബോൾ മാച്ചിനൊക്കെ ഞാൻ വന്നിരുന്നു. ഇപ്രാവശ്യം പിന്നെ ഒന്നിനും വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ വർക്കിന് കയറട്ടെ. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ 5:30 വരെയാണ് ചായയും സ്നാക്സും കിട്ടുക. പിന്നെ എപ്പോഴും കുക്കീസും പാൽപ്പൊടി എല്ലാം അവിടെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. നമ്മളെന്തായാലും ചായ കുടിച്ച് വർക്കിന് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടീമായിട്ടൊരു 9 മണിയൊക്കെ 9-9:30 ആയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയതാണ്. ഇലാഫിലേക്കാണ് പോയത്. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നത് നല്ല രസമാണ് കേട്ടോ. ചായയിൽ തുടങ്ങി ചായയിൽ അവസാനിക്കുന്നൊരു ഫുഡ് കഴിക്കലാണ് ഇവിടെ നടക്കാറുള്ളത്. എല്ലാവർക്കും വേണ്ട എല്ലാം ഓർഡർ ചെയ്യും. എല്ലാവരും കൂടി ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കും. അവസാനം ബില്ലും എല്ലാവരും കൂടി പേ ചെയ്യും. അങ്ങനെയാണ് നമ്മളെപ്പോഴും പോകാറുള്ളത്. എന്തൊക്കെ വന്നെന്നറിയില്ല, എല്ലാം കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പലതും വിട്ടുപോയി. ചപ്പാത്തി, റൊട്ടി, നാൻ എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കഴിച്ചു. ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും എല്ലാം ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തും കഴിക്കും. ഒന്നുപോലും ബാക്കി വയ്ക്കാൻ പാടില്ല, അതവിടെ മസ്റ്റാണ്. എന്തായാലും നമ്മളത് ക്ലീൻ ആക്കിയിരിക്കും. ഇപ്പോൾ മന്ത്ലി വൺസ് ഒക്കെ ആണല്ലോ ഓഫീസിൽ പോകുന്നത്, അതുകൊണ്ടാട്ടോ പുറത്ത് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാറാണ്. പക്ഷേ എപ്പോഴേലും പോകുന്നതുകൊണ്ട് എല്ലാവരും കൂടെ പുറത്ത് പോയി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഓഫീസിലേക്ക്. അപ്പോൾ 1:30 വരെയാണ് ഷിഫ്റ്റ്. അപ്പോൾ 1:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. 1:45 ആയി വീട്ടിലെത്താൻ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എടുത്ത റീലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. എല്ലാം കൂടി കഴിഞ്ഞ് കിടക്കാൻ നേരം ഒരു 3-3:45 ആയിട്ടുണ്ട് കേട്ടോ.